കൊച്ചിയിൽ ലഹരി ഇടപാട് കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. റിൻസിയുടെ വാട്സാപ്പ് ചാറ്റുകളെ സംബന്ധിച്ച അന്വേഷണം ശക്തമാക്കാനാണ് പോലീസ് നീക്കം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? റിൻസിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, ജൂലൈ 9-നാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് യൂട്യൂബറും ഒപ്പം തന്നെ സിനിമാ പ്രവർത്തകയുമായിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തകയാണ് റിൻസി മുംതാസ്. ഒപ്പം തന്നെ യൂട്യൂബറാണ്. ജൂലൈ 9-നാണ് ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി കയ്യിൽ നിന്നും MDMA-യുമായി റിൻസി മുംതാസും ഒപ്പം തന്നെ സുഹൃത്ത് യാസർ അറാഫത്തും പിടിയിലാകുന്നത്. 20 ഗ്രാമിലധികം MDMA ഉണ്ടായിരുന്നു അന്ന് പിടിച്ചെടുക്കുമ്പോൾ. ഡാൻസ് ഓഫ് സംഘവും കൊച്ചി സിറ്റി പോലീസും സംയുക്തമായാണ് ഇത്തരത്തിൽ അവരുടെ ഫ്ളാറ്റിൽ നിന്നും തിരച്ചിൽ പരിശോധനയ്ക്ക് ശേഷം ഈയൊരു ലഹരി കണ്ടെടുത്തത്. അതിനുശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളടക്കം ഉയർന്നിരുന്നു. കാരണം സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ ലഹരി ശക്തമാകുന്നു എന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങൾ കൂടി ഉയർന്നൊരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല, റിൻസി മുംതാസിന്റെ വാട്സപ്പ് ചാറ്റുകളെ സംബന്ധിച്ച് വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ തന്നെ 30-ലധികം സിനിമാ പ്രവർത്തകരുമായും സിനിമാ നടന്മാരുമായും സിനിമാ സംവിധായകരുമായും ബന്ധമുള്ളതായി അല്ലെങ്കിൽ ലഹരി ഇടപാടിനെ സംബന്ധിച്ച് ബന്ധമുള്ളതായിട്ടൊക്കെ ഒരു രേഖകളൊക്കെ, അത്തരത്തിലുള്ള സൂചനകളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കാമെന്നുള്ള സൂചനകളൊക്കെ നേരത്തെയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഈ റിൻസിയിലേക്ക് എത്തിയത്, അന്വേഷണ സംഘം എത്തിയത് തന്നെ വലിയ രീതിയിലുള്ളൊരു കണക്കുകൂട്ടലുകൾക്ക് ഒടുക്കമായിരുന്നു. കാരണം വയനാട് സ്വദേശി നേരത്തെ തന്നെ വയനാട് സ്വദേശിയെ ഇതേപോലെ തന്നെ ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വയനാട് സ്വദേശിയെ പിടികൂടിയിരുന്നു. ഈ വയനാട് സ്വദേശിയുടെ ചാറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ റിൻസിയുമായി നിരന്തരമായി ഈ വയനാട് സ്വദേശി ചാറ്റ് ചെയ്തിരുന്നുവെന്നും റിൻസിയുമായി ലഹരി ഇടപാടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില ചാറ്റുകളടക്കം പോലീസ് കണ്ടെടുത്തിരുന്നു. അതിനുശേഷമാണ് അന്വേഷണം പിന്നീട് റിൻസിയിലേക്കും ഒപ്പം തന്നെ യാസർ അറാഫത്തിലേക്കും എത്തിയത്. നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ മൊഴിയെടുപ്പൊക്കെ കൃത്യമായി നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും മൊഴിയെടുപ്പ് ആവശ്യമുണ്ട്, കൂടുതൽ മൊഴി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകിയേക്കുമെന്നുള്ളതാണ് പോലീസ് സൂചിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പേ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും എന്നുള്ള സൂചനയായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ അതിന് ചെറിയൊരു കാലതാമസമെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ റിൻസി മുംതാസിനായും കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാട്സപ്പ് ചാറ്റുകളെ സംബന്ധിച്ച് റിൻസിയോട് ചോദിച്ചപ്പോൾ റിൻസി പറഞ്ഞത്, ഇത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സാധാരണ സ്വാഭാവികമായിട്ട് നടക്കാറുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഈ നടന്മാരുമായിട്ടും ഒപ്പം തന്നെ സംവിധായകരുമായിട്ടും ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം യുവ സംവിധായകനടക്കം റിൻസിയുടെ പക്കൽ നിന്നും ലഹരി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകളൊക്കെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് റിൻസി കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അതൊരു അഴകുഴമ്പൻ മട്ടിലുള്ള ഒരു പ്രതികരണമായിരുന്നു റിൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വേണ്ടിയിരിക്കുന്നു, കൂടുതൽ വ്യക്തത വേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും എന്നുള്ളതും കൂടിയാണ്. സിനിമാ മേഖലയെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഏറെക്കാലമായി ലഹരിയെ സംബന്ധിച്ച് സിനിമാ മേഖലയ്ക്ക് ഏറെ പഴി കേൾക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ കൂടുതൽ പ്രമുഖർ ഈ റിൻസി മുംതാസുമായി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും അന്വേഷണ സംഘം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കസ്റ്റഡി അപേക്ഷ നൽകി കഴിഞ്ഞാൽ കൂടുതൽ മൊഴിയെടുപ്പിലേക്കും കടന്നേക്കും. ആ മൊഴിയെടുപ്പിൽ എന്തൊക്കെയായിരിക്കും വെളിവാവുക, ആരുടെയൊക്കെ മുഖമാണ് വലിച്ചു കീറപ്പെടുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. സിനിമാ മേഖലയെ വലുതായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു റിൻസി മുംതാസിന്റെ ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ച് കസ്റ്റഡി അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കൂടുതൽ മൊഴിയെടുത്ത് കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ദീപ്തി, ശരി. കൊച്ചിയിൽ ലഹരി ഇടപാട് കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. റിൻസിയുടെ വാട്സാപ്പ് ചാറ്റുകളെ സംബന്ധിച്ച് അന്വേഷണം ശക്തമാക്കാനാണ് പോലീസ് നീക്കം. പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ നൽകിയത്.